അപ്പോൾ അതായത് എപ്പോഴും ഈ വർക്ക് ചെയ്യുമ്പോഴേ മെറിറ്റ് എന്ന് പറയുന്ന യോഗ്യത നമ്മൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള യോഗ്യത, ഈ യോഗ്യത നമ്മൾ വലിയ ഒരു ബാധ്യതയായി വരുന്നുണ്ട് പലപ്പോഴും ആൾക്കാർക്ക്. കാര്യം എന്താണ്? അവർ റിയലൈസ് ചെയ്യണത് യോഗ്യതയിലാണ്. അപ്പോൾ യോഗ്യതയിൽ ഇപ്പം നമ്മൾ ആദ്യം രണ്ടാമത് സാക്ഷ്യം കേട്ടില്ലേ, ബീന ലാലുവിന് ജോലിയുണ്ടേ, ഭർത്താവിനും ജോലിയുണ്ട്, മകനിയെ ജോലിയില്ലാതെ ഉള്ളൂ. അവനാണിപ്പോൾ ഈ മുസ്ലിം പള്ളിയൊക്കെ രാത്രി പോയി കിടക്കണമെന്ന് പറഞ്ഞത്, ജോലിയൊക്കെ നഷ്ടപ്പെട്ട്. അപ്പോൾ അവർക്ക് നിക്കക്കള്ളിയുള്ള ആൾക്കാരാണ്, അവർക്ക് യോഗ്യത, അതാണ് മെറിറ്റ് എന്ന് പറയുന്നത്. നിക്കക്കള്ളിയുണ്ട്. നിക്കക്കള്ളി ഉള്ളത് കാരണം ഈ വിഷയത്തിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യല്ലേ. കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലല്ലോ എപ്പോഴും കിട്ടുമല്ലോ. അവൻ പഠിച്ചതല്ലേ, ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ലവണ്ണം പഠിച്ചതല്ലേ, അവൻ പ്രൊഫഷണലായിട്ട് പഠിച്ചതാണ്. അവൻ എപ്പോഴും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ അവസ്ഥ ഇപ്പോൾ മാറി ഇപ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂടുമില്ലാത്ത രീതിയിൽ വഴിയാധാരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് അവർക്ക് ഈ നമ്പർ കൊടുക്കുന്നത്. നമ്പർ വന്നിട്ട് ഈ ചേട്ടൻ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് മകനെ എത്രയും പേരെ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യണത് അമ്മ ആ വിഷയം പെട്ടെന്ന് എടുക്കും കഴിഞ്ഞാൽ വിതിൻ നോ ടൈം എടുക്കും. ഒരാഴ്ചക്കുള്ളിൽ ഇവരമ്മ പോസ്റ്റ് ചെയ്യും. അതൊരു ഖത്തറിൻ്റെ ഒരു നല്ല മലയാളികളൊന്നുമില്ല, ഫോറിനേഴ്സ് മാത്രമുള്ള ഒരു ഖത്തറിൻ്റെ ഹോട്ടലിലേക്ക് അവനെ സ്പോൺസർ അവനെ അവിടെ, അതായത് ചെറിയൊരു ഇൻ്റർവ്യൂ മാത്രം എടുത്തിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ മെറിറ്റുകളൊന്നുമില്ല, ഫുൾ ആൻഡ് ഫുള്ള് ഗ്രേസിലാണിത് വർക്ക് ചെയ്യണത്. അതിന് ഈ സഹോദരി പറയുന്നത്, ബീനാലാൽ പറയണത്, ഹസ്ബൻഡുമായിട്ട് എപ്പോഴും എനിക്ക് പടയാ, ഞാൻ ആരെയും ഒന്നും അംഗീകരിക്കത്തില്ല, ഞാൻ എല്ലായിടത്തും ചെന്നിട്ടും ചില സമയത്തൊക്കെ എനിക്ക് അവർ പറഞ്ഞത് ഞാൻ കുറച്ച് എളിമപ്പെട്ടു. അതാണ് അവർ പറയുന്നതിൻ്റെ റീസൺ. അത് പലർക്കും അത് ബാധകമാണ് ശരിക്കും. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ എടുത്തുചാട്ടം, മുൻകോപം, കലഹവാസന, ഭിന്നത, മദ്യപാനം, ഇങ്ങനെയുള്ള ജഡികമായിട്ടുള്ള ദൈവത്തെ അവോയ്ഡ് ചെയ്യണതാണ് ഇതെല്ലാം. ഉടമ്പടി അനുസരിച്ച് നമ്മൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും, ദാർഢ്യങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, മുൻകോപം, കലഹവാസന, മറ്റുള്ളവരെ തർക്കിച്ച് ജയിക്കാനുള്ള അഭിവാഞ്ച, ഇങ്ങനെയുള്ള ഓരോ പരിപാടികളില്ലേ. ചിലർ ഭക്ഷണം എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുക, വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുക, ഇങ്ങനെ സ്ട്രൈക്ക് വീട്ടിൽ നടത്തണില്ലേ. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചാൽ ദൈവം കൈയും കാര്യം വെട്ടാൻ സാധ്യതയുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നീ ദൈവത്തോട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷിയാണ്. നിന്നെപ്പോലെ കൊടുക്കാത്ത പണ്ടാരങ്ങളൊക്കെ വന്ന് ഉടമ്പടി എടുത്താൽ പണി കിട്ടുന്ന കാര്യം, പരമപരിശുദ്ധനായ ദൈവത്തോട് വൃത്തിമനയില്ലാത്തവൾ, അഹങ്കാരി, മുൻകോപി, വ്യഭിചാരി, മദ്യപാനം നടത്തുന്നവനെ, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നത്, നാട്ടുകാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കക്ഷിയാണോ ദൈവമായിട്ട് ഉടമ്പടി എടുക്കാൻ? അല്ല. നിങ്ങൾ ആരുമായിട്ട് ഉടമ്പടി എടുക്കണത്? പരമപരിശുദ്ധനായ ദൈവമായിട്ടൊരു കക്ഷി. മറ്റു കക്ഷി ആരാ? നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് സഹോദരൻ കൊണ്ട് മിണ്ടത്തില്ല, സഹോദരൻ കൊണ്ട് സംസാരിക്കത്തില്ല, സഹോദരങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല, ആർക്കും അർത്ഥയ്ക്ക് ഉപ്പ് തെക്കത്തില്ല. ഇന്നലെ ഒരു കൊച്ചിനെയും പിടിച്ചെടുത്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഒരു രോഗിനെ, ക്യാൻസർ രോഗിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇടയ്ക്ക് ചെന്നപ്പോൾ ഇവളി കൊച്ചിനെ എന്നെ കാണിച്ച്, അച്ഛാ കുഞ്ഞിനെ എന്തോ ഗുരുതരമായ രോഗമാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുത്ത് എന്നാണ് എടുത്തത്? കഴിഞ്ഞ ആഴ്ച. ഉടമ്പടിയുടെ പത്രങ്ങളൊക്കെ പത്രമൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, രോഗികളൊക്കെ പോയി കാണാനൊന്നും ഒത്തിട്ടില്ല. അപ്പോൾ ആ കൊച്ചിനെയും വെച്ചുകൊണ്ട് വന്നിരിക്കും. ഞാൻ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. കുഞ്ഞും വലുതും ഒന്നും പ്രശ്നമല്ല, ഉടമ്പടിയാണ് കൃപാസനത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചത് ഇവളൊരു പരിപാടി ചെയ്തിട്ടില്ല. ഇവൾ പിന്നെയും കൊച്ചിനെയും ചോദിച്ചുകൊണ്ട് പിന്നെയും കൃപാസനത്തിൽ വന്നിരിക്കണം അച്ഛനെ കാണണമെന്ന് പറഞ്ഞ്. ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ അമ്മയെയും കൊണ്ടുവിടുന്നുണ്ട്, ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ 3 മണിക്കൂർ ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ഛാ സോറി, ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ്. എന്താ കാര്യം? നമ്മളോട് ഈശോ പറഞ്ഞിരിക്കണത്, ആദ്യം ഉടമ്പടി തന്നപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം തന്നത് അനുതാപമാണ് തന്നത്. അനുതപിക്കുക എന്നാണ് പറഞ്ഞത്. അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം രണ്ടാമത്തതാണ്. ആദ്യം അനുതാപമാണ് തന്നിരിക്കുന്നത്. 2015
അപ്പോൾ അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാത്തോളം കാലം ഞാൻ നിങ്ങളെ കൈവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം നിങ്ങളെ ഇങ്ങനെ സ്ക്രൂട്ടണി ചെയ്യണത്. ഓരോ ചീട്ടൊക്കെ നോക്കത്തില്ലേ, നിങ്ങൾ ഷെയർ ചെയ്തതാണോ ചോദിക്കുക. അച്ഛനെ കാണാൻ വരുമ്പോൾ അവിടെ 300 പേരൊക്കെയാണ് നിൽക്കണം കാണാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ 3 പേരെ ഇരുത്തിയിട്ടുണ്ട് അവിടെ. അവർ നിങ്ങളെ മൊബൈൽ കാണിക്കണം, നിങ്ങൾ യൂട്യൂബ് വചനം ഷെയർ ചെയ്തതാണെന്ന് നോക്കാൻ വേണ്ടി യൂട്യൂബ് കാണിക്കാൻ പറയും, മൊബൈൽ കാണിക്കാൻ പറയും. അപ്പോഴെന്താ സംഭവം? അവർ ഇത് സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ധ്യാനം കേൾക്കണത്? ഇതിന് ഏറ്റവും മസ്റ്റാണ് അത് എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കേൾക്കുക എന്നുള്ളത്. കാര്യം ഉടമ്പടി ഈ ലോകത്ത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഉടമ്പടി കൂടി ദൈവം നൽകുന്നത് പുതിയ പുതിയ അപ്ഡേഷൻസ് വരണത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ധ്യാനം കേൾക്കാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടെടുത്തതിന് ശേഷം മക്കളെയൊക്കെ കെട്ടി വിളിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ മക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റ്? നിങ്ങൾ അമ്മയുടെ കൂടെ രോഗികളെ കാണാൻ പോയോ? നിങ്ങൾ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുത്തോ? നിങ്ങൾ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുത്തോ? ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ കൂടെ മുട്ടുകയെന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയോ? ഒന്നും ചെയ്തില്ല. വണ്ടി വിട്ടേക്കാൻ പറയും. എന്തിനാ അങ്ങനെ ചുമ്മാ? ഞാൻ പറഞ്ഞ് ഈ മരക്കൈനെ കൊണ്ട് നിങ്ങൾ പാമ്പ് പിടിപ്പിക്കരുത്. എന്താ? അമ്മയാണ് മരക്കൈനാണ്. അമ്മയെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കും, അമ്മയെ കൊണ്ട് ഉപവസിപ്പിക്കും, അമ്മയെ കൊണ്ട് രോഗികളെ കാണും. ഇവളൊന്നും ചെയ്യത്തുമില്ല. അമ്മ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ ഇവളവിടെ ഇരുന്നുകൊണ്ട് സുവോളജി പഠിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ അവളും കൂടെ വരും. ഞാൻ പാക്ക് ചെയ്ത് വിടും. അല്ലെങ്കിലും മര്യാദകൾ കുറിച്ചുരൂപം കൈ കൊടുത്തിട്ട് ഞാൻ പറയും, നീ സത്യം ചെയ്യും, അമ്മ പറഞ്ഞിരിക്കണം അത്രയും ഉടമ്പടിയുടെ കാര്യങ്ങൾ ഞാനിനി ഏറ്റെടുത്ത് ചെയ്തോളാമെന്ന്. അമ്മനെ നിങ്ങൾ ആൾക്കാരെയൊക്കെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണിത്, അല്ലാതെ ഇത് അനുഗ്രഹ കൈവെപ്പ് പ്രാർത്ഥനയല്ല, തീർത്ഥാടന പള്ളിയല്ല ഇത്. തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശത്തിൽ ആരും കൃപാസനത്തിൽ വരേണ്ട കാര്യമില്ല. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. അത് നമുക്കിട്ടിരിക്കുന്നത് ആ വ്യക്തികൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ വ്യക്തികളായി മാറണം. ആ ദൈവത്തിൻ്റെ വ്യക്തികളായി മാറിയിട്ട് ആദ്യം വ്യക്തികൾ വിശുദ്ധീകരണം നടക്കണം, 2ാം ഘട്ടത്തിൽ വ്യക്തികളുടെ ശക്തീകരണം നടക്കണം, 3ാം ഘട്ടത്തിൽ വ്യക്തികളിൽ സാക്ഷീകരണം നടക്കണം. ഇപ്പം ഞങ്ങൾ എപ്പോഴും നോക്കണത് അതാണ്, സാക്ഷ്യം പറഞ്ഞാണോ ചോദിക്കും. അച്ഛനെ കാണാൻ ചിലർക്ക് ഭയങ്കര തിടുക്കമാകുമ്പോൾ ചോദിക്കും, എത്ര നാളെ ഉടമ്പടി എടുത്തിട്ട്? 6 മാസം. സാക്ഷ്യം പറഞ്ഞില്ല. വണ്ടി എടുക്കാൻ പറയും. അപ്പോൾ തന്നെ ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കത്തുള്ളൂ, സ്വീകരിക്കാൻ പറ്റുമെന്ന് നോക്കണത്. എന്താ കാര്യം? ഉടമ്പടിയുടെ കാവൽക്കാരാണ്. ഉടമ്പടിയെ ദൈവം നൽകിയത് അത് നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞങ്ങളിത് കാര്യങ്ങളെല്ലാം തിരക്കും. നിങ്ങൾ ഉടമ്പടിയിലാണോ ജീവിക്കുന്നത്? ഉടമ്പടിയുടെ സാക്ഷ്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഉടമ്പടിയുടെ പവറിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആദ്യം സുവിശേഷമാകണം, പിന്നെ സുവിശേഷം ഏകണം. അപ്പം അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ശക്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായി മാറണം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായി, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ നിന്റെ സാക്ഷികളായി ഉയർത്തണമേ, ഞങ്ങളെ നിന്റെ സാക്ഷിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. മൗനമായി നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത അവസ്ഥകളുടെ പ്രാർത്ഥനകൾ ആരാധന ആദ്യ ഭാഗങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത അച്ഛൻ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വിഷയങ്ങൾ ആരാധനയിൽ ഞാൻ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് സ്വയമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാവുന്ന സമയമാണ്. കൈകൾ കുപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ തിരുസേന ആശീർവാദത്തിന് മുമ്പ് നിങ്ങൾ നടത്തേണ്ട സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. ഭക്തിപൂർവ്വം കൈകളെ അടച്ച് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയി നിങ്ങളുടെ വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് സ്വകാര്യമായി ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ആരാധനയുടെ ഏറ്റവും മുന്തിയ ആശീർവാദ നിമിഷങ്ങളിലാണ് നമ്മൾ. വിഭാഗ്യതകളെല്ലാം മാറി എല്ലാ ജനതകളെയും ഒരുമിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാനസിക വികാസമുള്ള ഭരണാധികാരികളായി മാറണം.
ലോകത്തിന് നമ്മുടെ രാജ്യം നൽകിയിട്ടുള്ള മനോഹരമായ സാംസ്കാരിക സംഭാവനകളും വിദേശ വിനിമയങ്ങളും സമാധാനത്തിൻ്റെ പുതിയ അധ്യായം ലോക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടണം. എല്ലാത്തിനും വേണ്ടി രാജ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഭക്തിയോടെ മുട്ടിലേക്കണേ. നിങ്ങൾ കേട്ട ഭജനവും നിങ്ങൾ ഈ ആഴ്ചയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആശീർവാദം മേടിക്കേണ്ടത്. ഈ ആഴ്ചയിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആശീർവാദം സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ ആവേ ആവേ